ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടികയിൽ അപ്രതീക്ഷിത നീക്കങ്ങൾക്കൊരുങ്ങി ദേശീയ നേതൃത്വം. മുതിർന്ന നേതാവ് പി.കെ. കൃഷ്ണദാസ് മത്സരിച്ചേക്കില്ല. നിലവിൽ കാസർഗോഡ് മണ്ഡലത്തിൽ സംസ്ഥാന നേതൃത്വം നൽകിയ പട്ടികയിലെ പേര് പി.കെ. കൃഷ്ണദാസിന്റേതായിരുന്നു. കാസർഗോഡ് മഹിളാ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗം എം.എൽ. അശ്വിനിയെയും സംസ്ഥാന സെക്രട്ടറി കെ. ശ്രീകാന്തിനെയും പരിഗണിക്കുന്നു. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെയും എറണാകുളത്ത് ടി.പി. സിന്ധുമോളെയും മേജർ രവിയെയും പരിഗണിക്കുന്നു. സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമാരും സ്ഥാനാർത്ഥികളാകേണ്ട എന്ന തീരുമാനമുള്ളതിനാൽ കെ. സുരേന്ദ്രനും മത്സരരംഗത്ത് ഉണ്ടാകില്ല. അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, കൃഷ്ണദാസിന്റെ പേര് വെട്ടുന്നു, എന്തുകൊണ്ട്? മറ്റ് കേൾക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്? വേണു, സംസ്ഥാന നേതൃത്വം ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന് നൽകിയ പട്ടികയിൽ ചില അപ്രതീക്ഷിത നീക്കങ്ങൾക്ക് ദേശീയ നേതൃത്വം മുതിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, അത് മാത്രമല്ല സംസ്ഥാന നേതൃത്വം നൽകിയ പട്ടികയ്ക്ക് പുറമെ ചില പേരുകൾ കൂടി ചില മണ്ഡലങ്ങളിൽ ദേശീയ നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യം. ഇതിൽ ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പി.കെ. കൃഷ്ണദാസ് കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പി.കെ. കൃഷ്ണദാസിന്റെ പേരായിരുന്നു സംസ്ഥാന നേതൃത്വം ആദ്യ പേരുകാരനായി കാസർഗോഡ് മണ്ഡലത്തിൽ ദേശീയ നേതൃത്വത്തിന് നൽകിയത്. പക്ഷേ പി.കെ. കൃഷ്ണദാസ് മത്സരിച്ചേക്കില്ല എന്ന സൂചനയാണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ നിലവിൽ കാസർഗോഡ് മണ്ഡലത്തിൽ പരിഗണിക്കുന്ന പേരുകാരി മഹിളാ മോർച്ചയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം എം.എൽ. അശ്വിനിയുടെ പേരാണ് ദേശീയ നേതൃത്വം പരിഗണിക്കുന്നത്. അവർ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. മാത്രമല്ല സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കെ. ശ്രീകാന്തിന്റെ പേര് കൂടി ദേശീയ നേതൃത്വം കാസർഗോഡ് മണ്ഡലത്തിൽ പരിഗണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനോട് മത്സരിക്കണമെന്ന് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിനുള്ള വിമുഖത അദ്ദേഹം ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വെച്ചു. അങ്ങനെയെങ്കിൽ അതായത് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട അവരുടെ വാദം ഇങ്ങനെയാണ്: കീ റോളിൽ ഇരിക്കുന്നവർ, കീ പൊസിഷനിലിരുന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏകോപിപ്പിക്കുന്നവർ, അതിന് നേതൃത്വം നൽകുന്നവർ മത്സരരംഗത്തുണ്ടാകേണ്ട. കാരണം മത്സരരംഗത്തുണ്ടായാൽ അവർക്ക് കൂടുതൽ ശ്രദ്ധ ഈ പ്രചാരണത്തിനടക്കം മറ്റിടങ്ങളിൽ കൊടുക്കാൻ സാധിക്കില്ല എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമാരും തൽക്കാലം മത്സരിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതിനൊരുപക്ഷെ ദേശീയ നേതൃത്വം പച്ചക്കൊടി കാട്ടിയേക്കും. അങ്ങനെയെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നേരത്തെ പത്തനംതിട്ടയിൽ പറഞ്ഞ പേര് അതുണ്ടാവില്ല എന്നുള്ളതാണ് വിവരം. പക്ഷേ പത്തനംതിട്ടയ്ക്ക് ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പേര് അനിൽ ആന്റണിയുടേതാണ്. അനിൽ ആന്റണി എറണാകുളത്ത് മത്സരിക്കും എന്നുള്ളതായിരുന്നു ലഭിച്ചിരുന്ന വിവരം. അനിൽ ആന്റണിയെ പത്തനംതിട്ട കൂടി പരിഗണിക്കാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ പി.എസ്. ശ്രീധരൻപിള്ളയുടെ പേര് സജീവമായി പരിഗണിക്കുകയും ചെയ്തു. ശരി, അലക്സറ മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.